നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വിറയ്ക്കുന്ന ഹൃദയത്തിന്റെ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇന്ന് കാണുന്ന കാഴ്ചകൾ കാണാതെ വണ്ണം നമ്മുടെ കണ്ണ് മങ്ങിപ്പൊക്കൊള്ളട്ടെ എന്ന് ആഗ്രഹിക്കത്തക്കവണ്ണമുള്ള കാഴ്ചകൾ കാണുന്ന ഒരു ലോകത്തിൽ നമ്മുടെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അതിനുമപ്പുറം ഈ തലമുറയുടെ ഏറ്റവും വലിയ രോഗമായി പറയുന്നത് വിഷാദ രോഗമാണ്, നിരാശയാണ്. അപ്പോൾ വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും പഴയ ഇസ്രായേലിന്റെ അവസ്ഥ മാത്രമല്ല, പുതിയ ഇസ്രായേലാകുന്ന സഭയിൽ നാം ഓരോരുത്തരുടെയും അവസ്ഥയായി ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, മടങ്ങിവരവിന്റെ പ്രാർത്ഥന അവിടെ മാത്രം ഉണ്ടായാൽ പോരാ. വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പുതിയ ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതങ്ങളിലും വേണമെന്ന് ഈ പുതുവർഷത്തിൽ ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പഴയ ഇസ്രായേലിന്റെ ജീവിതം പരിശോധിച്ചിട്ട് അവരിന്ന് കാണുന്ന ദുരന്തങ്ങളിലേക്ക് വീണു പോകുവാനിടയായ 3 സാഹചര്യം, അവരതിൽ നിന്ന് എന്തിലേക്ക് മടങ്ങി വരണം? 3 മടങ്ങി വരവുകൾ ഈ ദിവസത്തിൽ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അതിനെ പറ്റിയാണ്. പഴയ ഇസ്രായേൽ ഈ വിറയ്ക്കുന്ന ഹൃദയത്തിൻ്റെയും മങ്ങുന്ന കണ്ണിൻ്റെയും നിരാശയുള്ള മനസ്സിൻ്റെ അനുഭവങ്ങളിലേക്ക് വീണുപോയതിൻ്റെ 3 കാരണങ്ങൾ. അവിടെ നിന്ന് അവർ എന്തിലേക്കാണ് മടങ്ങി വരേണ്ടത്? 3 മടങ്ങി വരവുകൾ. ഇത് പുതിയ ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതങ്ങളിലും വളരെ കാലികമായി പ്രസക്തമായതുകൊണ്ട് നാമും നമ്മുടെ സൃഷ്ടാവിൻ്റെ ദുഃഖമായ ഒരു സൃഷ്ടിയായി മാറാതെ, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി അവൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതവും അവസാനിക്കാതിരിക്കത്തക്കവണ്ണം, നാം പരീക്ഷകളിൽ തോറ്റുപോകാതിരിക്കത്തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കെടുപ്പിൽ നാമും വട്ടപൂജ്യമാകാതിരിക്കത്തക്കവണ്ണം ഈ മടങ്ങി വരവുകൾ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകണം. ഒന്നാമത്, പഴയ ഇസ്രായേൽ ഈ ദുരന്തങ്ങളിലേക്ക് വീണു പോകുവാനുള്ള ഒന്നാമത്തെ കാരണം അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരെ ബാധിച്ച മരണകരമായ മറവിയായിരുന്നു. ഒന്നാമത് അവർ മടങ്ങി വരേണ്ടത് അവിടെ നിന്നാണ്. പഴയ ഇസ്രായേലിനെ ഒരു മറവി ബാധിച്ചു. അവരെ അത് മരണകരമായ മറവി. എന്താണ് അവരെ ബാധിച്ച മരണകരമായ മറവി? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തനം 6-ന്റെ 10 മുതൽ 12 വരെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ, നീ കുഴിക്കാത്ത കിണറുകൾ, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇസ്രായേലിനെ ബാധിച്ച മറവി ഇതാണ്, മരണകരമായ മറവി. എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഇസ്രായേൽ ജനത വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ദീർഘനാളത്തെ മരുഭൂ പ്രയാണ കാലമാണ്. അവരുടെ പിതാക്കന്മാർ അധ്വാനിച്ച എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടോ? വാഗ്ദത്ത നാട്ടിലുണ്ടോ? ഒന്നുമില്ല. അവർക്ക് പാരമ്പര്യമായി കിട്ടിയതെന്ന് പറയാൻ ഒന്നും എവിടെയില്ല, വാഗ്ദത്ത നാട്ടിലില്ല. ഒരു സ്നേഹവാനായ പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാ നന്മകളും ഒരുക്കി വെച്ച് മക്കൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് മക്കളെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഒരു പഴയ നിയമ കാലഘട്ടത്തിൽ സമൃദ്ധിയുടെ എല്ലാ അടയാളങ്ങളും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. എല്ലാം അവർക്ക് ദാനമായി കൊടുത്തു. എന്തൊക്കെയാ കൊടുത്തതെന്നറിയാമോ? എന്താണ്? അവർ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങൾ, അവർ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ, അവർ കുഴിക്കാത്ത കിണറുകൾ, അവർ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ. ഇതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് ദൈവം ഒറ്റ കാര്യം പറഞ്ഞു, ഈ നന്മകൾ, ഈ ദാനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ അവിടെ പ്രവേശിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. മക്കളെ, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്, എല്ലാം ദാനമാണ്. 2 കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, നിന്റെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നീ ഒരിക്കൽ അടിമയായിരുന്നു എന്ന് മറക്കരുത്. നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയെ മറക്കരുത്. വന്ന കാലങ്ങളെ ഒന്നും മറക്കരുത്. വിടുവിച്ചവനെ മറക്കരുത്. അതെവിടെയുണ്ടായോ അവിടെ ഇസ്രായേൽ വീണു. അവിടെയാണ് ഇസ്രായേലിന്റെ പരാജയം ആരംഭിക്കുന്നത്. വിറയ്ക്കുന്ന ഹൃദയത്തിൻ്റെയും മങ്ങുന്ന കണ്ണിൻ്റെയും
നിരാശയുള്ള മനസ്സിന്റെ അനുഭവങ്ങളിൽ ഇസ്രായേൽ വീണുപോയത് അവിടെയാണ്. എന്ത് മറക്കരുതെന്ന് യഹോവയായ ദൈവം പറഞ്ഞോ അതവർ മറന്നു. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും പ്രിയമുള്ളവരെ, എല്ലാ സമൃദ്ധിയും നിറഞ്ഞിരിക്കുന്ന വീടുകൾ ഉണ്ടാകാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തേ ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ മനസ്സിന് സമാധാനമില്ലാത്തത്? എന്താണ് നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു ശൂന്യതാബോധം ഉണ്ടാകുന്നത്? എന്ത് മറക്കരുതെന്ന് ദൈവം പറഞ്ഞോ? ഈ ദാനങ്ങളിൽ അഭിരമിച്ചുകൊണ്ട്, ഇതിനെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ തകർന്ന ജീവിതമാകുകയാണ് പ്രിയമുള്ളവർ. കണ്ണുനീരിന്റെ അനുഭവങ്ങളിലേക്ക് നാം പോവുകയാണ്. അവിടെ ഗൗരവപൂർവം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കണം. മറവി ഒരു രോഗമാണ്, നമുക്കറിയാം ഇല്ലേ? മറവി ഇപ്പോൾ ഒരു രോഗമാണ്. നമ്മൾ ഇന്നലെ വരെ നമ്മുടെ കൂടെ ജീവിച്ചയാൾ ഭാര്യയാണ്, ഭർത്താവാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ അപ്പനാണ്, അമ്മയാണ്, ഇതൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ്. ഇന്ന് രോഗമുണ്ട്, അൾഷിമേഴ്സ്. അത് വന്നാൽ കാലക്രമേണ ഈ ഓർമ്മ നഷ്ടമാവുകയാണ്. അപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾ പിതാവാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല, ഓർമ്മ നഷ്ടപ്പെട്ട. നമുക്കത് കാണുമ്പോൾ അറിയാം എത്ര വലിയ ഭീകരമായൊരവസ്ഥയാണ്. പിതാവ് മുന്നിൽ വന്ന് നിന്നാൽ ഒരു രോഗം കൊണ്ടാണെങ്കിൽ പോലും അത് അപ്പനാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ എത്രയോ വലിയ ഒരു ദുരന്തമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ പിതാവാണെന്ന് മറന്നുകൊണ്ട് ജീവിക്കുന്നത് എത്രയോ വലിയ ആത്മീക ദുരന്തമാണ്, എത്രയോ വലിയ ആത്മീക ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ കേടാണ് നമ്മുടെ ഭവനങ്ങളിൽ നാം കാണുന്നത്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഇതുവരെ കഴിഞ്ഞ വർഷം നമ്മുടെ സഭാകേന്ദ്രത്തിൽ നമ്മൾ നൽകിയ വിവാഹമോചനം 292. ഗുണം 2 വരുമെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ 600-നടുത്ത് കുടുംബങ്ങൾ തകർച്ചയുടെ, വേദനയുടെ, വിറയ്ക്കുന്ന ഹൃദയത്തിന്റെ, നിരാശയുള്ള മനസ്സിന്റെ അനുഭവങ്ങളിലേക്ക് വീണിരിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? മറവിയാണ്. എന്ത് മറന്നു? ഈ ജനക്കൂട്ടത്തിന്റെയും ശ്രീവായുടെയും ഏവങ്കേലിയോന്റെയും മുമ്പിൽ വെച്ച് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും മരണം വരെ പങ്കുവെച്ച് ജീവിച്ചു കൊള്ളാമെന്ന് അവരിവിടെ വെച്ചെടുത്ത പ്രതിജ്ഞ മറന്നു. എല്ലാം പെട്ടെന്ന് മറക്കുകയാണ്. ജീവിതങ്ങൾ നിരാശയുടെ അനുഭവങ്ങളിലേക്ക് പോവുകയാണ്. മടങ്ങി വരണം പ്രിയമുള്ളത്. ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ ദാനങ്ങളിൽ നമ്മൾ അഭിരമിച്ച് ജീവിക്കുമ്പോൾ അത് തന്നവനായ ദൈവത്തെ മറക്കരുത്. അറിയപ്പെടുന്ന സംഗീത സംവിധായകനാണ് പീറ്റർ ചേരാനല്ലൂർ. ഇസ്രായേലിന് നാഥനായി വാഴുമേഘ ദൈവം എന്നുള്ള ഗാനമൊക്കെ എഴുതിയതാണ്. അദ്ദേഹം പലയിടത്തും പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഗാനം സൂപ്പർ ഹിറ്റായി കഴിഞ്ഞപ്പോൾ അനേകം ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ വന്നു. മറ്റ് തരത്തിലുള്ള സിനിമാ ഗാനങ്ങളും മറ്റുമൊക്കെ ചെയ്യുവാൻ വേണ്ടി ഓഫർ വന്നു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ കഴിവ് ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ. പക്ഷെ പിന്നീട് അദ്ദേഹം ഏതോ ഒരു സന്ദർഭത്തിൽ ഇതിൽ നിന്ന് മാറി ഒരു പ്രണയ ആൽബം ഷൂട്ട് ചെയ്തിറക്കി. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയ ഈ ജീസസ് എന്ന് പറയുന്ന ഇസ്രായേലിന് നാഥനായി വാഴുമേഘ ദൈവം എന്ന ഗാനത്തിന് ശേഷം ഇറക്കിയ ഈ പ്രണയ ആൽബം അമ്പയെ പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്ന് ആലോചിച്ച്, എന്തുകൊണ്ടാണ് ഈ വലിയ വിജയത്തിന് ശേഷം ഒരു വലിയ പരാജയം? ദൈവസന്നിധിയിൽ ഇരുന്ന് അനുതപിച്ച് അദ്ദേഹം പറയുകയാണ്, സാധാരണഗതിയിൽ ആരെങ്കിലും ഒരു പാട്ട് എഴുതിക്കൊണ്ട് കൊടുത്താൽ 2 ആഴ്ചകളൊക്കെ മതി ഒരു പാട്ടിന് ഈണം കൊടുക്കുവാൻ, ക്രിസ്തീയ ഗാനങ്ങൾ. പക്ഷെ ഈ സംഭവം ഈ ചെയ്തതിന് ശേഷം അദ്ദേഹം മണിക്കൂറുകൾ, ദിവസങ്ങൾ ചെലവഴിച്ചിട്ടും ഒരു പാട്ടിന് പോലെ ഈണം കൊടുക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹം, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് അനുതപിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അനുതാപത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത കാസറ്റിൽ നിങ്ങൾ കേട്ട് കാണും. ആ ഗാനം ഇതാണ്: ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഈ ഗാനം എഴുതാനുള്ള പശ്ചാത്തലം അതാണ്. എത്ര വലിയ വിജയങ്ങളിൽ നിൽക്കുമ്പോഴും നാം എപ്പോൾ ഈ ദാനങ്ങൾ തന്നവനായ ദൈവത്തെ മറക്കുന്നുവോ, അവിടെ നമ്മുടെ പതനം ആരംഭിക്കും. ദൈവത്തെ മറന്ന് മക്കളെ ജീവിക്കരുത്. നമ്മുടെ മക്കളോട് പ്രത്യേകം പറയണം,
ഈ ലോകത്തിൽ പാപത്തിന്റെ വാതിലുകൾ വല്ലാതെ തുറന്നിട്ടിരിക്കുന്ന ഒരു ലോകമാണിത്. ആദാം ഹവ്വായും പാപം ചെയ്തു. അതേ ഗതി മക്കൾക്ക് വരാതിരിക്കാൻ യഹോവയായ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നുണ്ട്. നമുക്കറിയാം, അത് കഴിഞ്ഞിട്ടാണ് കായേനും ഹാബേലും ബലിയർപ്പിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. എന്താ സംഭവിക്കുന്നത്? ഹാബേലിന്റെ ബലി ദൈവം പ്രസാദിക്കുന്നു. ഇത് കഴിയുമ്പോൾ കായേൻ വളരെ ദേഷ്യപ്പെടുന്നു. കായേന്റെ മനസ്സിൽ ദേഷ്യം വന്നത് പാപത്തിലേക്ക് വീഴുന്നുവെന്ന് കാണുമ്പോൾ യഹോവയായ ദൈവം ഇടപെടുന്നുണ്ട്. അപ്പനമ്മമാരുടെ പാപം മക്കളിൽ എത്താതിരിക്കാൻ യഹോവയായ ദൈവം കൃത്യമായി ഇടപെടുന്നുണ്ട്. നിങ്ങൾ ആ അധ്യായം വായിക്കണം, ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിലുണ്ട്. അവിടെ യഹോവയായ ദൈവം കായേനോട് വന്നിട്ട് ചോദിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. കായേനെ, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ? പാപം വാതിൽക്കൽ നിൽക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഇതാണ് ദൈവത്തിൻ്റെ അതിശക്തമായ മുന്നറിയിപ്പ്. ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന അതാണ്. നാം ഓരോ ദിവസവും വീടിന്റെ വാതിലുകൾ തുറന്നിറങ്ങുമ്പോൾ, മക്കളെ, നിങ്ങൾ ഓരോ വിൻഡോസായി, ഓരോ ടാബുകളായി മൊബൈലിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തു പോകുമ്പോൾ ഓരോ ജാലകങ്ങളിലും നിങ്ങൾ ഓർക്കണം, the sin is at your door. പാപം വാതിൽക്കൽ നിൽക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. പക്ഷെ ദൈവം പറയുന്നു, നീയോ അതിനെ കീഴടക്കണം. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്ന ചരിത്രം കായേൻ പാപത്തെ കീഴടക്കിയ ചരിത്രമല്ല. പാപം കായേനെ കീഴടക്കിയ ചരിത്രമാണ്. അതിൻ്റെ ദുരന്തങ്ങൾ ഓരോന്നോരോന്നായി നാം ഈ തലമുറകളിലും അനുഭവിച്ചു വരികയാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ നാം മടങ്ങി വരണം. എന്തിലേക്ക് മടങ്ങി വരണം? മരണകരമായ ഈ മറവിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് മടങ്ങി വരണം. അതാണ് ഒന്നാമത്തെ മടങ്ങി വരവ്. മരണകരമായ മറവിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മകളിലേക്ക് നാം മടങ്ങി വരണം. അതിന് ബോധപൂർവമായി നാം ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കണം. അല്ലെങ്കിൽ നാം കാണുന്നത് എന്താണോ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രശസ്തനായ സുവിശേഷകനാണ് കത്തോലിക്ക സഭയിലെ ജേക്കബ് മഞ്ഞളി അച്ഛൻ. അച്ഛൻ ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ തന്നെ കേട്ടതാണ്. സംഭവം ഇതാണ്. അച്ഛൻ പട്ടമേറ്റ് അധികം നാൾ ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ട് എറണാകുളം അരമനയിൽ താമസിക്കുമ്പോൾ അന്ന് ഈ അഭയ കേസൊക്കെ കത്തി നിൽക്കുന്നൊരു സമയമാണ്. വൈദികരൊക്കെ പ്രതികളായിട്ട് അച്ഛൻ തന്നെ പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഒരു വൈകുന്നേരം അദ്ദേഹം ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ അച്ഛന്മാരുടെ കുപ്പായൊക്കെ ഇട്ട് തന്നെ വേറെ കൂടെ ഒരു കൊച്ചച്ഛനുമായിട്ട് നടക്കാനിറങ്ങി. അപ്പോൾ കുറേ ചെറുപ്പക്കാർ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ ഈ മറൈൻ ഡ്രൈവ് വഴി ഇങ്ങനെ നടക്കുമ്പോൾ ഇവരെ കളിയാക്കി, അച്ഛോ എന്നൊക്കെ പിടിച്ച് കളിയാക്കി. അപ്പോൾ ഇവർ പെട്ടെന്ന് നടപ്പ് അവസാനിപ്പിച്ച് ദുഃഖം പൂണ്ടിട്ട് തിരിച്ച് അരമനയിൽ വന്നു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അന്ന് രാത്രിയിൽ ഭക്ഷണത്തിലിരുന്നപ്പോൾ അവരുടെ ബിഷപ്പ് ഈ അച്ഛന്മാരോട് ചോദിച്ചു, എന്താണ് അച്ഛന്മാരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അല്ലാത്ത ദുഃഖമാണല്ലോ, എന്തു പറ്റി? അവർ ഈ നടന്ന സംഭവമൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. അന്ന് ഈ പിതാവ് അവിടെ തിരുമേനി ഈ അച്ഛന്മാർക്ക് ഒരു ഉപദേശം കൊടുത്തു. ഞാനിതിവിടെ പറയാനുള്ള കാരണം, ഒരു പുതിയ വർഷത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ഗൗരവപൂർവ്വം സൂക്ഷിക്കേണ്ട ഒരു ഉപദേശമായി എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അദ്ദേഹം ഈ അച്ഛന്മാർക്ക് കൊടുത്ത ഉപദേശം ഇതാണ്: നിങ്ങൾ പോയതിനകത്തും കേട്ടതിനകത്തും എന്നുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ലോകത്തിലെ എല്ലാ കാറ്റുകളും നമുക്ക് കൊള്ളാനുള്ളതല്ല. ഈ ലോകത്തിലെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണുവാനുമുള്ളതല്ല. കാറ്റ് കൊള്ളാൻ പോയതാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കൾ ഓർക്കണം, നമ്മുടെ അമ്മമാരോർക്കണം, ഈ ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണുവാനുള്ളതല്ല, എല്ലാ കാറ്റുകളും നമുക്ക് കൊള്ളുവാനുള്ളതുമല്ല. നമുക്കൊരു വിചാരമുണ്ട് എല്ലാം നമുക്കുള്ളതാണ്. ലോകം അങ്ങനെയാണ്. വളരെ മോഹിപ്പിക്കത്തക്കതും മിന്നുന്നതുമായ പല കാഴ്ചകളും നമ്മുടെ ഉള്ളിൽ തുറന്നിടും. പക്ഷെ നമ്മളാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ ലോകത്തിലായിരിക്കുന്നുവെങ്കിലും നിങ്ങൾ ലോകക്കാരല്ല എന്ന് കർത്താവ് പറഞ്ഞ ആ ഒരു വഴിയുണ്ട്. അധികം പേർ നടക്കാത്ത ഒരു ഇടുങ്ങിയ വഴി. ആ വഴി ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മയുടെ വഴിയാണ്. നമ്മുടെ ആരാധനയിലൊക്കെ ഈ അനംനസിസ്, ഓർമ്മ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു ചിന്തയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ടാണ് ഓർക്കുന്നത്. അതിനിടയ്ക്ക് മനോഹരമായ പ്രാർത്ഥനയുണ്ട്: കർത്താവേ,
നിന്റെ ജനനം, ശേലാകർമ്മം, മാമോദീസ, കുരിശാരോഹണം, ഖബറടക്കം, സ്വർഗാരോഹണം, നിന്റെ രണ്ടാമത്തെ വരവ്, ഇതൊന്നും ഞങ്ങൾ വിസ്മരിക്കുന്നില്ല, മറന്നുകൂടാ. ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടായതാണ്, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഉണ്ടായ ചരിത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ പേരാണ് പ്രാർത്ഥന. ഒരു ദിവസം 7 യാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. 7 യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും, ഒരു ദൈവ വിചാരം. ആ വിചാരമാണ് വിശുദ്ധമുള്ള ഓർമ്മ. ആ ഓർമ്മയിലായിരിക്കുന്ന ഒരാൾക്ക് പാപത്തിന്റെ ഓർമ്മകൾ കടന്നു വരികയല്ല, അതിനൊരു സാധ്യത ഉണ്ടാകുകയല്ല. അഥവാ വീണാലും അടുത്ത യാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവനോട് ചേർന്ന് വരുവാൻ തക്കവണ്ണം കഴിയും. വീണാലും എഴുന്നേറ്റ് അവനെ അനുഗമിക്കുവാൻ തക്കവണ്ണം കഴിയും യാമപ്രാർത്ഥന നടത്തുന്ന ഒരാൾക്ക്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മ ഒരു വിശ്വാസിയുടെ ഓർമ്മയിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതിരിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണമാണ് നമ്മുടെ പാരമ്പര്യങ്ങളിലെ യാമപ്രാർത്ഥനകളെന്ന് നാം മറക്കരുത്. അതുകൊണ്ട് മരണകരമായ തരത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു മറവി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകരുത്. ഇന്ന് എല്ലാ ബന്ധങ്ങളും ഇത് ബാധിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുമായുള്ള ബന്ധം. ഈ അടുത്ത് ഞാൻ വായിച്ച ശ്രദ്ധേയമായ ഒരു വരി ഫേസ്ബുക്കിലാണ്. ഒരു വാർത്തയെ അടിസ്ഥാനമാക്കി ആരോ ഒരാൾ എഴുതിയിട്ടതാണ്. വാർത്ത ഇതാണ്: കുറേ നാളുകൾക്ക് ശേഷം അയലത്തെ വീട്ടിലെ പ്രായമുള്ള അമ്മയെ കാണാനില്ലാതിരുന്നപ്പോൾ അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ചെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ അമ്മ പുറകിലുള്ളൊരു ഷെഡിൽ ഉറുമ്പരിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പത്രത്തിൽ വന്നതാണ്. ഈ പടം കൊടുത്തിട്ട് ആരോ ഒരാൾ എഴുതിയിട്ടതാണ്. വരികൾ ഇതാണ്, എന്തെന്നറിയാമോ? അമ്മയ്ക്ക് ഇത്രയും മധുരമുണ്ടെന്ന് ഉറുമ്പിന് മനസ്സിലായി, മക്കൾ തിരിച്ചറിയാതെ പോയ യാഥാർത്ഥ്യം. അതാണ് മറവി. അമ്മയ്ക്ക് ഇത്രയും മധുരമുണ്ടെന്ന് ഉറുമ്പിന് മനസ്സിലായി, മക്കൾ തിരിച്ചറിയാതെ പോയ യാഥാർത്ഥ്യം. എത്രയോ ഭവനങ്ങളിൽ അമ്മമാർ തിളയ്ക്കുന്ന തീച്ചൂളകളുള്ള ഹൃദയവുമായി മോടിയുള്ള ഭവനങ്ങളുടെ ഉൾത്തടങ്ങളിൽ വിലപിച്ച് കരയുന്നുണ്ടെന്നറിയാം. നസ്രാണി ഭവനങ്ങളിൽ പോലും മക്കളില്ലാത്ത സമയം നോക്കി അയൽ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യങ്ങളുള്ള അമ്മമാരുണ്ട് ഈ സഭയിൽ. അവരുടെ വിചാരം, മക്കളുടെ വിചാരം, ഈ അമ്മയ്ക്ക് കൊടുക്കാതെ അമ്മയെ ഒതുക്കിയിട്ടിട്ട് അവരുടെ മക്കൾക്ക് സ്വർഗം പണിയുന്നെന്നാ. അവർ പണിയുന്നത് നരകത്തിൽ അവർക്ക് വേണ്ടി ഒരു അഗ്നികുണ്ഡമാണെന്ന് ആരും മറക്കുന്നില്ല, അവർ മറന്നു പോവുകയാണ്. പക്ഷെ ഇതിനിടയ്ക്കും പ്രത്യാശയുള്ള വാർത്തകളുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് വന്നൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചാണ്. സൗദിയിൽ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. അതായത് ഒരു മുസ്ലിം, നമുക്കറിയാം അവിടുത്തെ അറബികളാണ്, ഒരു ഭവനത്തിൽ അപ്പനെ 40 വർഷമായിട്ട് നോക്കുന്നത് മൂത്ത മകനാണ്. ആ മൂത്ത മകൻ ഇപ്പോൾ 75 വയസ്സായി. 40 വർഷമായിട്ട് ഈ അപ്പനെ സംരക്ഷിക്കുന്നത്, ഭാര്യ മരിച്ചുപോയി, ഈ അപ്പനെ സംരക്ഷിക്കുന്നത് ഈ മൂത്ത മകനാണ്. അവൻ എത്ര പറഞ്ഞാലും ഈ 75 വയസ്സായ മൂത്ത മകൻ ഈ പ്രായമായ അപ്പനെ ഇളയ മകന് നോക്കാൻ കൊടുക്കൂല. പക്ഷെ ഈ 75 വയസ്സായ മകൻ ഇപ്പോൾ വയ്യാതായി. അപ്പം ഈ ഇളയ മകൻ എത്ര പറഞ്ഞിട്ടും ഈ മൂത്ത ചേട്ടൻ കേൾക്കാത്തത് കൊണ്ട് കേസ് കൊടുത്തു. ഇനിയെങ്കിലും ഈ അപ്പനെ നോക്കാനുള്ള അവകാശം എനിക്ക് തരണം. അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് ഞാൻ എടുത്തു പറഞ്ഞതാണ്. അവസാനം കോടതി വിധിച്ചു, ഇത്രയും നാൾ നോക്കി ഭംഗിയായിട്ട് നോക്കിയത് ശരിയായി, ഇനി ഈ അപ്പനെ നോക്കാൻ നിങ്ങൾക്കും ആരോഗ്യമില്ല, അതുകൊണ്ട് ഇനിയുള്ള കാലം ഇളയ മകൻ നോക്കട്ടെ എന്ന് കോടതി വിധിച്ചു. ഇപ്പോൾ ഈ മൂത്ത മനുഷ്യൻ കോടതി കലർന്ന് അലറിക്കരഞ്ഞിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞെന്തെന്നറിയാമോ? എന്ത് നിയമമാണിത്? സ്വർഗത്തിന്റെ വാതിൽ എൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കുവാൻ ഈ നിയമത്തിന് എന്ത് അധികാരമാണുള്ളത്? അപ്പനെ നോക്കിയിട്ട് സ്വർഗം പോകാൻ ആഗ്രഹിക്കുന്ന മക്കളും ഈ ലോകത്തിലുണ്ട്. അമ്മയുടെ മധുരം തിരിച്ചറിയാതെ പോകുന്ന മക്കളും ഈ ലോകത്തിലുണ്ട്. പക്ഷെ ഈ മറവികളൊക്കെ നമ്മെ ആത്യന്തികമായി ദുരന്തങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മരണകരമായ മറവിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് മടങ്ങി വരണം. നമ്മുടെ മക്കൾ, എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ കൈവിട്ടു പോകുന്നുണ്ടെന്നറിയാം. എത്രയോ കുഞ്ഞുങ്ങൾ സാത്താനാരാധനാ കേന്ദ്രങ്ങളിലേക്ക് പോയി മാനസിക നില നെറ്റിയ 30-ലധികം കുഞ്ഞുങ്ങൾ വിവിധ സഭകളിലായി പല കൗൺസിലർമാരുടെ അടുക്കൽ ചെന്നിട്ടുണ്ടെന്നാണ് ഇടയ്ക്ക് ഒരു വാർത്തയിൽ ഞാൻ വായിച്ചത്. എത്രമാത്രം പാപത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നൊരു ലോകം. യഥാർത്ഥമായ ദൈവത്തെക്കുറിച്ചുള്ള മരണകരമായ മറവിയിലേക്ക് മക്കൾ വീണുപോകുന്ന സാഹചര്യം. അവിടെ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്നു, വലിയ അധ്യാപകനും ശ്രേഷ്ഠനുമാണ്, തത്വചിന്തകനുമൊക്കെയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ
ട്രൂ നോളജ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ശരിയായ അറിവ്. ഇതിൽ അദ്ദേഹം എഴുതിയൊരു കാര്യമുണ്ട്. ദ വീക്ക്നെസ് ഓഫ് പ്രസന്റ് ജനറേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് റൂട്ട്ലെസ് ആൻഡ് ദ ട്രൂ ഫങ്ഷൻ ഓഫ് എ യൂണിവേഴ്സിറ്റി ഈസ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ് റൂട്ട്സ് എന്നാണ്. ഇന്നത്തെ ജനറേഷൻ്റെ, ഇന്നത്തെ തലമുറയുടെ പ്രധാന ന്യൂനത എന്ന് പറയുന്നത് അതിന് വേരുകളില്ല, വേരുകളെ പറ്റി അറിവുകളില്ല എന്നുള്ളതാണ്. വേരുകളില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മകളില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. അതിൻ്റെ വേരുകൾ, നമ്മുടെ ഈ വീഴ്ചയ്ക്കും മറവിക്കുമുള്ള കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ വേരുകൾ നഷ്ടമായി പോയി, നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളുടെ വേരുകൾ നഷ്ടമായി പോയി, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വേരുകൾ നഷ്ടമായി പോയി എന്ന് തന്നെയാണ്. മർത്തോമാ സഭയിലെ ആദരണീയനായ ഒരു എഴുത്തുകാരനാണ് ഷാജി ജോർജ് സാർ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ കാലഘട്ടത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇതാണ്: ധർമ്മം കൊത്തി നുറുക്കി അധർമ്മം പാചകം ചെയ്യുന്ന കാലം എന്നാണ്. ധർമ്മത്തെ കൊത്തി നുറുക്കി അധർമ്മം പാചകം ചെയ്യുന്ന ഒരു കാലമാണിത്. വയലാറാണ് പണ്ട് എഴുതിയത്. വയലാർ രാമവർമ്മയുടെ ശ്രദ്ധേയമായൊരു കവിതയാണ്: കർമ്മം നട്ടു നനച്ചു വളർത്തി ധർമ്മം കൊയ്തൊരു നാളുകളിൽ ഉരുത്തിരിഞ്ഞു പണ്ടേ നമ്മുടെ ചരിത്രമെഴുതിയ സംസ്കാരം. കർമ്മം നട്ടു നനച്ചു വളർത്തി ധർമ്മം കൊയ്തൊരു നാള്. ഇവിടെയും യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നതാണ്, ആ നല്ല ഇന്നലകളിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണം. കർമ്മം നട്ടു നനച്ചു വളർത്തി ധർമ്മം കൊയ്തൊരു ഇന്നലകൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്നു. അതിലേക്ക് മടങ്ങി വരണം. ധർമ്മം കൊത്തി നുറുക്കി പാചകം ചെയ്യുന്ന അധർമ്മത്തിന്റെ ഈ കാലഘട്ടത്തിൽ നിന്ന് കർമ്മം നട്ട് നനച്ചു വളർത്തി ധർമ്മം കൊയ്യുന്ന നാളുകൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്നു. അവരുടെ ആത്മീയ ജീവിതത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ സംവത്സരങ്ങളിൽ, നന്മകളിൽ, ദാനങ്ങളിൽ, ആ ദാനങ്ങളുടെ ഉച്ചസ്ഥായിയിൽ ദൈവത്തെക്കുറിച്ചുള്ള മറവി നമുക്കുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു നേട്ടത്തിൻ്റെ സമയത്ത് നാം ഓർക്കേണ്ടത് ദൈവത്തെയാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ അതിപ്രശസ്തനായ ഒരു ഫുട്ബോൾ താരമാണ് നെയ്മർ, ബ്രസീലിൻ്റെ. അദ്ദേഹത്തിൻ്റെ കളി ഉണ്ടെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്, നൂറുകണക്കിന്, കോടിക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കളി കാണുന്നത്. നിർണായകമായൊരു കളിയിൽ ബ്രസീലിന് വേണ്ടി അദ്ദേഹം ഇഞ്ചറി ടൈമിൽ ഒരു ഗോൾ അടിച്ചു. ആ ഗോളിൽ ബ്രസീൽ വിജയിക്കുകയാണ്. ഇനിയും കളി മുന്നോട്ട് പോകില്ല. അത്രയും സമയം തീർന്ന സമയത്താണ് അദ്ദേഹം ആ ഗോൾ അടിക്കുന്നത്. ഇപ്പൊ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ, കോടിക്കണക്കിന് മനുഷ്യരുടെ ശ്രദ്ധ ഈ നെയ്മർ എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് എത്തുന്ന ഒരു നിമിഷമാണ്. ആ നിമിഷത്തിൽ നെയ്മർ ചെയ്തെന്താണെന്നറിയാമോ? എല്ലാവരും നെയ്മർ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നവരെല്ലാം ആർത്തു വിളിക്കുകയാണ്. നെയ്മർ ദൈവതുല്യമായി അവരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സമയം അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം ഈ മൈതാനത്തിൻ്റെ ഒരു ഭാഗത്ത് ലോകം മുഴുവൻ ഇത് സംപ്രേഷണം ചെയ്യുന്ന ക്യാമറയുണ്ട്. ആ ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് നിന്നു. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബാൻഡ്, തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഇടുന്ന ഒരു ബാൻഡ് എടുത്ത് തൻ്റെ തലയിലിട്ടു. ആ തല ക്യാമറയ്ക്ക് നേരെ പിടിച്ചു. ക്യാമറയിൽ എന്താ എഴുതിയിരുന്നെന്ന് അറിയാമോ? 100% ജീസസ്, 100% ക്രിസ്തു. ജീവിതത്തിൽ ലോകം മുഴുവൻ ഒരു മനുഷ്യന്റെ കഴിവിനെ പ്രകീർത്തിച്ച് അവനിലേക്ക് ശ്രദ്ധ വരുമ്പോൾ അവൻ ലോകത്തിന് കാണിച്ച 1% പോലും ഞാനില്ല, 100% ക്രിസ്തു, 100% ക്രിസ്തു. നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളിൽ, അതിൻ്റെ ഉന്നതികളുടെ സമയത്ത് ദൈവത്തെ മറക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അതാണ് പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ അത് മരണകരമായ മറവി, ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മറവിയായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മരണകരമായ മറവിയുടെ തലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകരുതെന്നാണ് ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ഭദ്രാസനത്തെ പ്രത്യേകിച്ച് മലങ്കര സഭയെ മുഴുവനായി ഒരായുസ് മുഴുവനും കൊണ്ട് കെട്ടിപ്പടുക്കുവാൻ അധ്വാനിച്ച ഒരു പിതാവാണ് ഒസ്താത്യോസ്. അദ്ദേഹമാണ് ഈ സഭയ്ക്ക് ഇന്നുണ്ടാകുന്ന മിഷൻ ദർശനത്തിന് വലിയ കാഴ്ചപ്പാടുകൾ നൽകിയത്. സഭയിൽ അങ്ങോളം ഇങ്ങോളം ഇന്നുള്ള എല്ലാ 90% സ്ഥാപനങ്ങളും സ്ഥാപിച്ചത് ആ പിതാവാണ്. ആ പിതാവ് 90 വയസ്സെത്തിയ വയോവൃദ്ധനായ പിതാവ് തൻ്റെ ജീവിതത്തെ മുഴുവൻ സംക്ഷിപ്ത രൂപത്തിലാക്കി ഒരു ജീവചരിത്രം എഴുതിയപ്പോൾ അതിനൊരു പേര് കൊടുത്തു. ആർക്കെങ്കിലും പറയാമോ തിരുമേനിയുടെ ജീവചരിത്രത്തിൻ്റെ പേരെന്താണെന്ന്?
നമ്മൾ പെട്ടെന്ന് മറക്കുകയാണ് കേട്ടോ. ഇതൊക്കെ മരണകരമായ മറവിയാണ്. നമ്മെ വളർത്തിയ ഒരു പിതാവിന് ഇത്ര പെട്ടെന്നൊന്നും നാം മറക്കാൻ പാടില്ല. ആ പിതാവിൻ്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം കൊടുത്ത പേര് അത് കർത്താവാകുന്നു എന്നാണ്. പിന്നീട് ആത്മകഥയുടെ പേരതാണ്, അത് കർത്താവാകുന്നു. ജീവചരിത്രത്തിൻ്റെ പേര് അത് കർത്താവാകും. എന്താണ് അത് കർത്താവാകുന്നു? ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ മുഴുവൻ നോക്കിയിട്ട് ഇതുവരെയുള്ള തൻ്റെ നേട്ടങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ തിരുമേനി പറയുന്നത് ഇതൊന്നും ഞാനല്ല, അത് കർത്താവാണ്. അത് കർത്താവാണെന്നുള്ളത് ഒരു വേദവാക്യമാണ്. ആര് പറഞ്ഞതാണ്? ആര് പറഞ്ഞതാണ്? ആര് പറഞ്ഞതാണ്? നമുക്കറിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് കഴിഞ്ഞിട്ടും ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഒരു മനുഷ്യൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് വടകിന്റെ ഭാഗത്ത് വലയിടാൻ അദ്ദേഹം പറയുന്നുണ്ട്. വലയിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ച ഒരു ശിഷ്യ സമൂഹം മുക്കുവർ 153 വല കണ്ട് ബാക്കി എല്ലാവരുടെയും ശ്രദ്ധ ആ വലിയ മീൻകൂട്ടത്തിലേക്ക് പോയപ്പോൾ പത്രോസിന് മനസ്സിലായി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വന്നെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ കടലിന് മീതെ നടന്നു വന്ന് പറഞ്ഞ് അവന്റെ വാക്കിന് വലയിട്ടപ്പോൾ ഇത് കിട്ടിയെങ്കിൽ ഇത് ഞങ്ങളുടെ മീൻപിടുത്ത വൈഭവം കൊണ്ട് ലഭിച്ചതല്ല, ആ കടലിന്മേൽ നടന്നത് ഭൂതവുമല്ല, അത് കർത്താവാണ്. അതാണ് പ്രിയമുള്ളവരെ നേട്ടങ്ങളുടെ ഉന്നതിയിലുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മ. അതുകൊണ്ട് മടങ്ങി വരണം. മരണകരമായ മറവിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മകളിലേക്ക് മടങ്ങി വരണം. രണ്ടാമത്, പഴയ ഇസ്രായേലിന്റെ ജീവിതാനുഭവം വിറയ്ക്കുന്ന ഹൃദയത്തിൻ്റെയും മങ്ങുന്ന കണ്ണിൻ്റെയും നിരാശയുള്ള മനസ്സിൻ്റെ അനുഭവങ്ങളിലേക്ക് പോയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളും ഇന്ന് അങ്ങനെ തന്നെ ആയിരിക്കുന്നുവെങ്കിൽ അവർ വീണുപോയ രണ്ടാമത്തെ കാര്യം, നമ്മളെ ബാധിച്ചിരിക്കുന്ന രണ്ടാമത്തെ പാപം അതെന്തെന്നറിയാമോ? അത് മരവിച്ചു പോയ വിശ്വാസ ജീവിതമാണ്. ഒന്നാമത്തേത് മരണകരമായ മറവിയാണ്. മരണകരമായ മറവിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മകളിലേക്ക് മടങ്ങി വരണം. രണ്ടാമത് പഴയ ഇസ്രായേലിനെ ബാധിച്ചത് മരവിച്ചു പോയ വിശ്വാസ ജീവിതമാണ്. അവരുടെ തകർച്ചയുടെ പ്രധാന കാരണം ഇതാണ്. എന്താണ് ഈ പഴയ ഇസ്രായേൽ നയിച്ചത് മരവിച്ചു പോയ വിശ്വാസ ജീവിതമാണ് എന്ന് പറയുവാനുള്ള കാരണം? ഞാൻ പറയും, നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കാൻ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്ന അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങൾ ചെയ്താൽ നമ്മുടെ വിശ്വാസം ഇരട്ടിയാകും എന്ന് പറയും. വേറെ ഏതെങ്കിലും ഒരു ജാതി ദൈവത്തെ മറന്നിരുന്നെങ്കിൽ യഹോവയ്ക്ക് ഇപ്രകാരം അവരെ ശിക്ഷിക്കുകയില്ലായിരുന്നു. പക്ഷെ ഇസ്രായേൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉണ്ടാകുന്ന മരവിപ്പ് യഹോവയ്ക്ക് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതി. പോട്ടെ, വീണ്ടെടുപ്പിന്റെ ചരിത്രം മുതൽ നോക്കാം, പുറപ്പാടിന്റെ ചരിത്രം. ഈ ഇസ്രായേൽ ജനതയുടെ മുമ്പിലാണ് യഹോവയായ ദൈവം 10 ബാധകളെ വരുത്തിയത്. അതവർ നേരിൽ കണ്ടതാണ്. അവരുടെ വിമോചനത്തിലേക്ക് നയിക്കുന്ന 10ാമത്തെ ബാധ ഉൾപ്പെടെ കണ്ടനുഭവിച്ചറിഞ്ഞ ജനമാണ് ഇസ്രായേൽ ജനം. ഈ ജനതയുടെ മുമ്പിലാണ് ചെങ്കടൽ വഴിമാറിയത്. ഇരുഭാഗത്തുമായി കടൽ മാറി നിന്ന് ഉണങ്ങിയ നിലത്തുകൂടെ ജനം രക്ഷപ്പെട്ടത് ഈ ജനതയുടെ മുമ്പിലാണ്. ഈ ജനതയുടെ മുമ്പിലാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഈ ദൈവം മരുഭൂപ്രയാണകാലത്തിലുടനീളം അവരെ വഴി നടത്തി. ഈ ജനതയുടെ മുമ്പിലാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടത്. ഈ ജനതയുടെ മുമ്പിലാണ് ആകാശത്തു നിന്ന് മന്ന പൊഴിഞ്ഞത്. ഈ ജനതയുടെ മുമ്പിലാണ് സൈന്യബലങ്ങളില്ലെങ്കിലും ഒരു ചെറിയ മനുഷ്യൻ ഒരു വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ ബഹുജാതികളും വൻ സൈന്യങ്ങളും തോറ്റോടിയത്. പക്ഷേ ഇത് ഇസ്രായേലിന്റെ മുമ്പിൽ തന്നിലുള്ള വിശ്വാസം ഉറപ്പിക്കുവാൻ യഹോവ ചെയ്ത നടപടികളാണെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം ഇതിനോടൊപ്പം മറ്റൊരു ചരിത്രം കൂടിയാണ്. അവരിലുള്ള വിശ്വാസം ഉറപ്പിക്കത്തക്കവണ്ണം യഹോവയായ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ വഴി നടത്തുമ്പോഴും അവരെ സ്നേഹിക്കുമ്പോഴും ഇസ്രായേൽ ചെയ്തത് എന്താണ്? സമാന്തരമായി ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ, ചെറിയ കഷ്ടതകൾ വരുമ്പോൾ, ചെറിയ സഹനങ്ങൾ വരുമ്പോൾ, ഇനിയും പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ തന്നെയും ഈ ദൈവത്തിലുള്ള വിശ്വാസം ഉടനടി
മരവിച്ചു പോകുന്ന ഒരു ജനതയുടെ ചരിത്രം കൂടിയാണ് ഇസ്രായേലിന്റെ ചരിത്രം. നമുക്കറിയാം, ചെങ്കടൽ വിഭജിച്ചു വന്നപ്പോൾ മിരിയാമും അഹറോനും മോശയും ജനമൊക്കെയും തപ്പെടുത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ വലിയവൻ എന്ന് ഘോഷിച്ച് പാടി ആരാധിച്ചതാണ്, അവിടെ വിശ്വാസം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഞാൻ ആ ദൈവത്തോട്, നമ്മെ വിടുവിച്ചവനായ ദൈവത്തോട് സംസാരിക്കുവാൻ മോശ പർവ്വതത്തിലോട്ടൊന്ന് കയറിപ്പോയതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടായില്ല. ജനം അവൻ വരുവാൻ താമസിച്ചപ്പോൾ എന്തു പറഞ്ഞു? വിശ്വാസം പ്രഖ്യാപിച്ച് ആരാധിച്ച ജനമാണ്. അധികം ദിവസങ്ങളായിട്ടില്ല. വലിയ അത്ഭുതങ്ങൾ കണ്ട ജനമാണ്, വിടുതൽ കണ്ട ജനമാണ്. ഉടനെ പറഞ്ഞു, വി നീഡ് അനദർ ഗോഡ്. ഞങ്ങൾക്ക് ആരാധിക്കുവാൻ മറ്റൊരു ദൈവം, ഞങ്ങൾക്ക് മറ്റൊരു ദൈവം. മരവിച്ചു പോയ വിശ്വാസ ജീവിതം. പിന്നീട് അങ്ങോട്ട് എത്രയോ സംഭവങ്ങൾ. ഇസ്രായേൽ ജനതയുടെ മറുതലിപ്പ് കാരണം മോശ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ ഒരു എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത്. അവർ ഈ ദുരന്തങ്ങളിലേക്ക് വീണുപോയതിന്റെ കാരണം, നാം ഇന്ന് ദുരന്തങ്ങളിലായിരിക്കുന്നതിന്റെ കാരണവും നമ്മുടെ മരവിച്ചു പോയ വിശ്വാസ ജീവിതം. ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ നിമിഷവും നമ്മെ കരുതി നടത്തി നൽകുന്ന അനുഗ്രഹങ്ങളിൽ അവനിലുള്ള വിശ്വാസം ഉറക്കേണ്ടതിന് പകരം ഈ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ ചെറിയ സഹനാനുഭവങ്ങൾ വരുമ്പോൾ, ചെറിയ കഷ്ടതകൾ വരുമ്പോൾ, ചെറിയ ക്രൂശിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ, ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നില്ലെങ്കിൽ തന്നെ അവനുള്ള വിശ്വാസം മരവിച്ചു പോയൊരു ജനതയായി നാം മാറുന്നത് കൊണ്ടാണ് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും നമ്മുടെ ജീവിതങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്ന് ഗൗരവപൂർവ്വം ഓർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നതെന്ന് ഗൗരവപൂർവ്വം നാം ചിന്തിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഈ ഇസ്രായേൽ ജനതയുടെ പിന്മാറ്റം, നമ്മൾ ഈ പഴയ ഇസ്രായേലിനെ വെച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി പറയണം. പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായില്ല. ഒരു മറുതലിപ്പിന്റെ കാര്യം സംഖ്യാപുസ്തകം 11-12 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. ഒരു ദിവസം ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസം മരവിച്ച് അവർ വഴക്കിടുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? പറയുകയാണ്, നിങ്ങൾക്കറിയാം, ഇപ്പൊ എല്ലാ ദിവസവും ഇസ്രായേൽ മക്കൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് മരുഭൂമിയിൽ ഭക്ഷിക്കുന്നത്? മന്നായാണ്. മന്ന ആദ്യം ലഭിച്ച സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട്, വായ്ക്കകത്ത് തേൻ പോലെ മധുരിച്ച സാധനമാണ്. ഒരു ദിവസം ജനം പറയുകയാണ്, എന്താ പറഞ്ഞെന്നറിയാമോ? ഇവിടെ എന്നും ഞങ്ങൾക്ക് തിന്നാൻ എന്തേ ഉള്ളൂ? അവിടെ ഞങ്ങൾക്ക് തിന്നാൻ എന്ത് വേണം? ഇറച്ചി വേണം. മിസ്രൈം നാട്ടിൽ ഞങ്ങൾക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, മത്തങ്ങ, ഞാൻ വെറുതെ പറയുന്നതല്ല, സംഖ്യാപുസ്തകത്തിലുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. വെളുത്തുള്ളി, മത്തങ്ങ, ചുവന്നുള്ളി, ഇറച്ചി ഉൾപ്പെടെ ലഭിക്കുമായിരുന്നു. ജനം പറയുകയാണ്, എന്ന് പറഞ്ഞാൽ നീ വീണ്ടെടുത്ത് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് ഈ മന്ന തീറ്റിക്കാനാണോ എന്നാണ്. ഞങ്ങൾക്ക് അവിടെ എത്ര സമൃദ്ധമായ ഭക്ഷണം ലഭിക്കുമായിരുന്നു, എത്ര സന്തോഷമായിരുന്നു എന്ന് ജനം പറയുകയാണ്. എത്ര നന്ദികേടിന്റെ ഭാഷയാണെന്നറിയാമോ അത്? നിങ്ങൾ ഓർക്കണം, പുറപ്പാട് പുസ്തകത്തിൽ മോശയെ വിളിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നതെന്നറിയാമോ? എന്റെ ജനം അവിടെ കിടന്ന് അയ്യം വിളിക്കുകയാണ്. അയ്യോ, എന്റെ ജനം അവിടെ കരയുകയാണ്, നിലവിളിക്കുകയാണ്. എല്ലാ ദിവസവും ഇറച്ചിയും ഈ സാധനവും കിട്ടിയിരുന്നെങ്കിൽ കരയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ ഇറച്ചി ലഭിക്കുന്നത് എപ്പോഴാണ്? മിസ്രൈമ്യരുടെ വലിയ പെരുന്നാളുകളിൽ മൃഗങ്ങളെ യാഗം കഴിക്കുമ്പോൾ അതിന്റെ പങ്ക് അടിമകൾക്ക് കൊടുക്കും. അങ്ങനെ വല്ലപ്പോഴും ലഭിച്ച ഇറച്ചിയുടെ രുചിയാണ് ഇപ്പം ഞങ്ങൾക്ക് വലിയ കേമമെന്ന് പറയുന്നത്. നമ്മുടെ പ്രൊമ്യോൻ പുസ്തകത്തിലും പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളെ ഓർത്തു എന്ന്. ദൈവം ആകാശത്ത് നിന്ന് പൊഴിച്ച മന്നയ്ക്കപ്പുറം അടിമ വീട്ടിലെ ഇറച്ചിക്കലങ്ങളെ ഓർക്കുന്ന ഇസ്രായേൽ മക്കൾ ത്യജിച്ചു കളയുന്നത് അവരെ വിടുവിച്ച ദൈവത്തിലുള്ള വിശ്വാസമാണ്, മരവിച്ചു പോയ വിശ്വാസ ജീവിതം. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അറിഞ്ഞിരിക്കണം. കാടപ്പക്ഷികൾ വന്നു നിന്നു, എല്ലാവരും ആവശ്യത്തിന് കാടകളെ പാചകം ചെയ്തു, ഭക്ഷിച്ചു. പക്ഷെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയാമോ? ഇറച്ചി അവരുടെ പല്ലുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ മേൽ വന്നു. അവരവിടെ വീണ് നശിച്ചു പോയി. അതുകൊണ്ട് ആ താഴ്വരയ്ക്ക് ദുരാഗ്രഹികളുടെ താഴ്വര എന്ന പേരിൽ കിബ്രോത്ത് ഹത്താവ് എന്ന പേരായി. അവിശ്വാസത്തിന്റെ താഴ്വരകളാണ്, ദുരാഗ്രഹത്തിന്റെ താഴ്വരകളാണ്.
വിശ്വാസത്തിന്റെ മരവിപ്പുള്ള ജീവിതങ്ങളുടെ താഴ്വരകളാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം അനുഗ്രഹങ്ങൾ തന്ന് വഴി നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും സഹനങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. കരയാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ദൈവം തരും. പക്ഷെ ആ തരുമ്പോൾ നമ്മെ ഇന്നു വരെ വഴി നടത്തിയ ദൈവത്തിന്റെ നമ്മിലുള്ള വിശ്വാസം മരവിച്ചു പോയാൽ, തീർന്നു പോയാൽ, അവനെ ഉപേക്ഷിച്ചു പോയാൽ, വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എബ്രായ ലേഖനം വിശ്വാസ പിതാക്കന്മാരുടെ പട്ടിക പറയുന്ന അധ്യായമുണ്ടല്ലോ. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് പറയുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ തുടർന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം മരവിച്ചു പോകാതെ സ്വർഗത്തിലേക്കുള്ളൊരു ദേശം അവർക്കുണ്ടെന്ന് കരുതി വിശ്വാസത്തിൽ മടുത്തു പോകാതെ ജീവിതം നയിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിന്റെ ചരിത്രമാണ് എബ്രായർ 11-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം ലേഖനകർത്താവ് അത് സംഗ്രഹിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചെങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും കഷ്ടതയും ഉപദ്രവവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. എന്തുകൊണ്ട് അവർക്കിത് സാധിച്ചു എന്നതിൻ്റെ മറുപടിയാണ് അടുത്ത ചെറിയ മനോഹരമായ വലിയ വാക്യം. എന്തുകൊണ്ടാണ് കഴിഞ്ഞെന്നറിയാമോ? ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമ്മുടെ 1000 നമ്മുടെ മനസ്സിൽ പറയേണ്ടതാണ്. നമ്മുടെ വിശ്വാസ ജീവിതം മരവിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയ വിശ്വാസ പിതാക്കന്മാർ എന്തുകൊണ്ട് അതിൽ നിലനിന്നു എന്നതിന്റെ ഉത്തരമാണ് ആ വാക്യം. ലോകം അവർക്ക് യോഗ്യമായിരുന്നു. നമ്മൾ ഈ ലോകത്തിന് യോഗ്യമാമിണ്ണം ഒരുങ്ങി കാണപ്പെടുന്നവരാണ്. കർത്താവെ, ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. നമ്മുടെ ബാഹ്യമായ ഒരുക്കങ്ങളല്ല പ്രിയമുള്ളവരെ, ലോകത്തിന് യോഗ്യമായ ഒരുക്കങ്ങളല്ല. ലോകം അവർക്ക് യോഗ്യമല്ലെന്ന് കണ്ട്, അവരുടെ വാസം ഇവിടെയല്ലെന്ന് കണ്ട്, അവരുടെ പൗരത്വം ഇവിടെയല്ലെന്ന് കണ്ട്, തങ്ങൾ ഈ ദേശമേ തങ്ങളുടേതല്ല എന്ന് കണ്ട് ഈ ലോകത്തിന് യോഗ്യമാകാതെ ദൈവത്തിന് യോഗ്യമായ നിലയിൽ ജീവിച്ച വിശ്വാസ പിതാക്കൻ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ സഹനങ്ങളിൽ അതുകൊണ്ട് മടങ്ങി വരണം. എന്തിലേക്ക് മടങ്ങി വരണം? മരവിച്ചു പോയ വിശ്വാസ ജീവിതത്തിൽ നിന്ന് സഹനങ്ങളിൽ കരുത്താർജിക്കുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. സഹനങ്ങളിൽ കരുത്താർജിക്കുന്ന വിശ്വാസ ജീവിതം. യേശു തമ്പുരാൻ പറഞ്ഞത് അതാണല്ലോ, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. നമ്മളിതൊക്കെ പാടുന്നുണ്ട്, പക്ഷെ മരണ വീട്ടിലാകുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി അല്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായി ഏറ്റുപറയുന്ന കാര്യങ്ങളാണ്. ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്നൻ സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വർലോക നാട്ടുകാർ കിക്ഷിതിയിൽ പല കഷ്ടസങ്കടങ്ങൾ വന്നിടുന്നു. എന്നിട്ട് പറയുകയാണ്, കർത്താവേ നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസ കപ്പലിൽ സ്വർപ്പൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നുനാഥ. സ്വർലോക നാട്ടുകാരാണ് നമ്മൾ. അവർക്ക് ഈ ക്ഷിതയിൽ പല കഷ്ടതയും സങ്കടവും വന്നിടും. എങ്കിലും കർത്താവേ, നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസത്തിൻ്റെ കപ്പലിൽ, വിശ്വാസ ജീവിതമാണ്, വിശ്വാസ കപ്പലിൽ സ്വർപ്പുരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നുനാഥ. നമ്മുടെ വിശ്വാസ ജീവിതം അതാകണം പ്രിയമുള്ളവരെ. സഹനങ്ങളും കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും അനവധി ഒരുപക്ഷെ ജീവിതങ്ങളിൽ ഏറ്റുവാങ്ങിയവർ എന്നെ കേൾക്കുന്നുണ്ടാകും. എൻ്റെ ജീവിതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, രോഗങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിലുമുണ്ട്. പക്ഷെ നമ്മളൊന്നും തകർന്നു പോയിട്ടില്ല. നമ്മളെക്കാളും അപ്പുറം ഈ അനുഭവങ്ങളിൽ കടന്നുപോയ പിതാക്കന്മാർ നമുക്കുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളവും കഷ്ടതകളുടെയും രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങളിൽ
ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഈ സഭയുടെ ഇന്ന് നാമൊക്കെ നിലനിൽക്കുന്ന ആ ഒരു സ്വച്ഛമായ സമാധാന അനുഭവങ്ങൾക്ക് വേണ്ടിയും അനവധി കഷ്ടതകളും പീഡനങ്ങളും ഏറ്റ പിതാക്കന്മാർ നമുക്കുണ്ട്. അവർ തകർന്നു പോയിട്ടില്ല. കാരണം അവർ വിശ്വാസ കപ്പലിൽ സ്വർപ്പുരം ചേരുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ പേരും മാനങ്ങളും ധനങ്ങൾക്കും അപ്പുറം അവരുടെ വിശ്വാസ ജീവിതത്തെ സഹനങ്ങളിൽ കരുത്തോടെ നയിച്ചവരാണ്. ഈ അടുത്ത സമയത്ത് ഈ സഹനങ്ങളിൽ ദൈവനാമം ഉയർത്തിപ്പിടിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം ഞാൻ കേട്ടത് ഒരു വീട്ടമ്മയിൽ നിന്നാണ്. നിങ്ങളും കേട്ട് കാണും. ഈ തിരുവല്ലായ്ക്കടുത്ത് കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു വീട്ടമ്മ, അവരുടെ മകൻ ഗിന്നസ് ബുക്കിലൊക്കെ പേരുള്ളൊരു വിനു കുര്യൻ ആക്സിഡന്റിൽ മരിച്ചു. ആ മകന്റെ മൃതശരീരവും മുന്നിൽ വെച്ചുകൊണ്ട് ആ അമ്മ ചെയ്ത ഒരു പ്രസംഗവും ഒരു ഗാനവും ഒക്കെ നിങ്ങളും കേട്ട് കാണും. അനവധി പേർ കേട്ടതാണ്. ജീവിതങ്ങളിൽ സഹനങ്ങളുടെ അനുഭവങ്ങൾ വരുമ്പോൾ, കഷ്ടനഷ്ടമേറി വരുമ്പോൾ ഭാഗ്യമാണെന്ന് കരുതുന്ന ഒരു അനുഭവം, സാക്ഷ്യങ്ങളിലൂടെ ദൈവനാമം അപ്പോഴും ഉയർത്തുന്ന ഒരു അനുഭവം, വിശ്വാസ ജീവിതം മരവിച്ചു പോകാതെ തീപിടിപ്പിക്കുന്ന ഒരു അനുഭവം സഹനങ്ങളിൽ നിന്ന് അവരാർജിച്ചു എന്ന വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും. എൻ്റെ ഈ മകൻ്റെ മരണം ചെറുപ്പക്കാരനാണ്, ഒരു പടുമരണമല്ലെന്നും കെടുമരണമല്ലെന്നും ദൈവം അവനെ വിളിക്കുമ്പോൾ അവൻ പോയതാണെന്നും ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നും അവർ പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ വിശ്വാസ ജീവിത യാത്ര നാം ആരംഭിച്ചിട്ടെങ്കിലും ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ആരാധനാ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുരിശിന്റെ ഒരു അനുഭവം കിടപ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, അവരവസാനം പാടുന്ന മനോഹരമായ ഒരു ഗീതം കൂടിയുണ്ടല്ലോ. എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ജീവന്റെ ജീവനായ മകൻ മരിച്ചു കിടക്കുമ്പോഴാണ് എൻ്റെ ജീവന്റെ ജീവനായ ഇവനേക്കാളും ഈ കഷ്ടതകളൊക്കെ നീ എനിക്ക് തന്നാലും, ഈ കഷ്ടതയേക്കാളും ഈ മകനേക്കാളും എൻ്റെ ജീവിതത്തെക്കാളും ജീവന്റെ ജീവനായ ഇവനേക്കാളും നീ എനിക്ക് ജീവനാണ്. അതുകൊണ്ട് നിനക്ക് ആരാധന എന്ന് പറയുവാൻ നമ്മുടെ കഷ്ടതയുടെ, സങ്കടങ്ങളുടെ, കഷ്ടങ്ങളുടെ അനുഭവങ്ങളിൽ സ്തേഫാനോസിനെ പോലെ ദൈവദർശനം കാണുവാൻ, കല്ലേറ് കൊള്ളുമ്പോൾ തമ്പുരാനെ കാണുവാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഇളകാതെ നിൽക്കുന്നുവെങ്കിൽ പഴയ ഇസ്രായേലിൻ്റെ അനുഭവങ്ങളിൽ നാം മാറ്റപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടങ്ങി വരണം. മരവിച്ചു പോയ വിശ്വാസ ജീവിതത്തിൽ നിന്ന് സഹനങ്ങളിൽ കരുത്താർജിക്കുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട്, പഴയ ഇസ്രായേൽ വിറയ്ക്കുന്ന ഹൃദയത്തിൻ്റെയും മങ്ങുന്ന കണ്ണിൻ്റെ അനുഭവങ്ങൾ വീണുപോയതിൻ്റെ മൂന്നാമത്തെ കാരണം, നാം ഒക്കെയും ആയിരിക്കുന്ന മൂന്നാമത്തെ പാപതുല്യമായ അവസ്ഥ, അത് ഞാൻ പറയും ദുരന്തമായേക്കാവുന്ന ഒരു ദൂരം നമ്മെ ബാധിച്ചു എന്നുള്ളതാണ്. ദുരന്തമായേക്കാവുന്ന ദൂരം. ഒന്ന്, മരണകരമായ മറവി. രണ്ട്, മരവിച്ചു പോയ വിശ്വാസ ജീവിതം. മൂന്ന്, ദുരന്തമായേക്കാവുന്ന ദൂരം. എന്താണ് ഇത്? എന്തിൻ്റെ ദൂരമാണ് ഈ ദുരന്തമായേക്കാവുന്ന ദൂരം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ദുരന്തമായേക്കാവുന്ന ദൂരമാണെന്ന് പറയുന്നത്? അതറിയണമെങ്കിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മതി. എന്താണ് ആത്യന്തികമായി സംഭവിച്ചത്? ഇസ്രായേലിൻ്റെ പ്രവാസകാലവും പിന്നീട് അവരെ നയിക്കുന്ന പ്രവാചകന്മാരുടെ കാലവും നമ്മൾ പരിശോധിക്കണം. ഓരോ പ്രവചന ഗ്രന്ഥത്തിലും എല്ലാ പ്രവാചകന്മാരും എടുത്തു പറഞ്ഞത് ഇസ്രായേലിനും യഹോവയ്ക്കും ഇടയ്ക്കുണ്ടായ ഈ ദൂരത്തെ പറ്റിയാണ്. എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളും പറയുന്ന അതിനെപ്പറ്റിയാണ്. അവർ കരയുന്നതും വഴക്ക് പറയുന്നതും ശപിക്കുന്നതും എഴുതുന്നതും പ്രവചിക്കുന്നതും എല്ലാം ഇതിനെപ്പറ്റിയാണ്. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്കും യഹോവയ്ക്കും ഇടയിൽ ഒരു ദൂരം ഉണ്ടായിരിക്കുന്നത്. എന്തിൻ്റെ ദൂരമാണെന്നറിയാമോ? യെശയ്യാ പ്രവചനം ആണല്ലോ ആദ്യത്തെ പ്രവചനം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ യെശയ്യാ പറഞ്ഞു തുടങ്ങുന്നത് ഈ ദൂരത്തെ പറ്റിയാണ്. എന്താ പറഞ്ഞേ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട്. മക്കളെ പോറ്റി വളർത്തിയ സ്നേഹമാണ്. അപ്പൊ ഉണ്ടായ ദൂരം സ്നേഹത്തിന്റെ ദൂരമാണ്. പോറ്റി വളർത്തിയത് സ്നേഹമാണ്. ദൈവത്തിനും ഇസ്രായേൽ ജനതയ്ക്കുണ്ടായ
പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് അവർക്കിടയിലുണ്ടായിരുന്ന ഈ സ്നേഹത്തിൻ്റെ ദൂരം ദുരന്തമായേക്കാവുന്ന നിലയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. തുടർന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ദുരന്തമായതെന്ന്. കാരണം ഇതാണ്: കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയാർ വീടറിയാതെ വണ്ണം സ്നേഹം നഷ്ടപ്പെട്ടു പോയവരാണ്. പിതാവിൻ്റെ അപ്പൻ്റെ വീട്, സ്വന്തം വീട്ടിലോട്ട് ഒരാൾക്ക് വഴി മറന്നു പോയാൽ അർത്ഥം എത്രയോ ദുരന്തം ആ വീട്ടിലേക്കായി കഴിഞ്ഞുവെന്നാണ്. സ്നേഹത്തിൻ്റെ ദൂരമാണത്. ഇനി നന്നാക്കാൻ പറ്റുമോ? അതും പറ്റൂല എന്ന് യെശയ്യാവ് പറയുന്നത്. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം വഷളാവുകയുള്ളൂ. അടിച്ചാൽ നന്നാവുന്ന അവസ്ഥയും കഴിഞ്ഞു, ഇനി അടിച്ചിട്ടും കാര്യമില്ല. അതാണ് പ്രിയമുള്ളവരെ ദുരന്തമായേക്കാവുന്ന ദൂരം. ഇസ്രായേൽ ജനതയും യഹോവയ്ക്കും ഇടയിലുണ്ടായിരുന്ന സ്നേഹം അത് നഷ്ടപ്പെട്ടിട്ട് ദുരന്തമായേക്കാവുന്ന തരത്തിലേക്ക് അത് വീണുപോയത് കൊണ്ടാണ് ഇസ്രായേൽ വിറയ്ക്കുന്ന ഹൃദയത്തിൻ്റെയും മങ്ങുന്ന കണ്ണിൻ്റെയും നിരാശയുള്ള അനുഭവങ്ങളിലേക്കും വീണുപോയതെന്ന് നാം ഓർക്കണം. ക്രിസ്തുവും തൻ്റെ മുമ്പിൽ വന്ന ഇസ്രായേലിനോട് കരഞ്ഞു പറഞ്ഞതും ഈ ദൂരത്തെ പറ്റിയാണ്. അവസാനം ക്രൂശിക്കപ്പെടുവാനായി പോകുമ്പോഴും യെരൂശലേം നഗരത്തെ നോക്കി ക്രിസ്തു കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്നറിയാമോ? കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എത്രയോ വട്ടം ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷേ നിങ്ങൾക്കോ മനസ്സായില്ല. സ്നേഹത്തിൻ്റെ ദൂരമാണ്, ദുരന്തമായേക്കാവുന്ന ദൂരമാണ്. യൂദായും പത്രോസും നമ്മളെ സാധാരണ പറയുന്നതാണ്. സ്നേഹത്തിൽ ഒരാൾ എത്രമാത്രം അടുത്തിരിക്കാമോ അതിൻ്റെ പ്രതിഫലനമാണ് ചുംബനം. അത്രത്തോളം ക്രിസ്തുവിനോട് അടുത്ത് വന്നിട്ട് യൂദാ ഒരു ഓട്ടമായിരുന്നു. ഓടി ഒരു മരത്തിന്മേൽ, ഒരു മുഴം കയറിന്മേൽ ആ ജീവിതം തീരുമ്പോൾ അത് ദുരന്തമായേക്കാവുന്ന സ്നേഹത്തിൻ്റെ ദൂരമാണ്. എന്നാ പത്രോസും കർത്താവിനെ തള്ളി പറയുന്നുണ്ട്. തള്ളി പറഞ്ഞതിന് ശേഷം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, മൂന്നാമതും കോഴി കൂവിയപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. അതിനർത്ഥം അവൻ്റെ നോട്ടം എത്താവുന്ന ദൂരത്തിലെങ്കിലും ആരുണ്ടായിരുന്നു? പത്രോസ് ഉണ്ടായിരുന്നു. ഈ പുതുവർഷത്തിൽ വിശ്വാസ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ടത് ഇതാണ്: നമുക്കും അവനും ഇടയിലുള്ള സ്നേഹത്തിൻ്റെ ദൂരം, നാം അവനെ പോറ്റി വളർത്തിയതിൻ്റെ സ്നേഹത്തിൻ്റെ ദൂരവും ആഴവും, ദൈവസ്നേഹത്തിൻ്റെ നീളവും ആഴവും വ്യാപ്തിയും അറിയാതെ വണ്ണം നാം ദുരന്തങ്ങളായേക്കാവുന്ന ദൂരത്തിലാണോ നിൽക്കുന്നത്? അതോ അവൻ്റെ നോട്ടം എത്താവുന്ന ദൂരത്തിലെങ്കിലും നാം അവനെ പിന്തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ അവൻ്റെ ജീവിത വഴികളോട് ചേർത്ത് നിർത്തുവാനുമാണ് ഈ പുതുവർഷത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് മടങ്ങി വരണം. എന്തിലേക്ക് മടങ്ങി വരണം? ദുരന്തമായേക്കാവുന്ന ദൂരത്തിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരണം. ദുരന്തമായേക്കാവുന്ന ദൂരത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വന്നു എന്ന് ദൈവത്തിനും ലോകത്തിനും എങ്ങനെ നാം ബോധ്യപ്പെടുത്തി കൊടുക്കും? അതാണ് അടുത്ത ചോദ്യം. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നാം ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്നു എന്ന് എങ്ങനെ ദൈവത്തിന് മനസ്സിലാകും? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അന്ത്യന്യായവിധിയിൽ ഒത്തിരി ചോദ്യങ്ങളൊന്നുമില്ല. അന്ത്യന്യായവിധിയിലുള്ള 4 ചോദ്യം ഇതാണ്. കർത്താവ് തന്നെ പറയുന്നതാണ്. ന്യായവിധിക്ക് വരുമ്പോൾ 4 ചോദ്യം. എന്താണെന്നറിയാമോ? ഞാൻ വിശന്നിരുന്നു, നീ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നീ എന്നെ വന്നു. ഈ 4 ചോദ്യങ്ങളെ ന്യായവിധിയിലുള്ളൂ. ആത്മീക ജീവിതത്തിൽ നാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചോദ്യം ഇതാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദൈവനാമ നടപടികൾ പ്രകാരം യെസ് എന്നാണെങ്കിൽ അകത്തേക്ക്, നോ എന്നാണെങ്കിൽ പുറത്തേക്ക്. ഇപ്പൊ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരാൾ മടങ്ങി വന്നു എന്ന് അറിയണമെങ്കിൽ അതറിയുന്നത് അവൻ്റെ സമൂഹത്തോട്, അവൻ്റെ സഹോദരനോട്, ഈ ലോകത്തോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പ്രദർശനങ്ങളിലാണ്. ആ സ്നേഹത്തെ പറ്റി ഒരു ആയുസ് മുഴുവൻ പറഞ്ഞ പിതാവാണ് ഒസ്താത്യോസ് തിരുമേനി. തിരുമേനി പറഞ്ഞത് മുഴുവൻ സ്നേഹത്തെ പറ്റിയാണ്. പറഞ്ഞതിന്റെ കാര്യം ഇതാണ്: ദൈവം വചനമാണെന്നൊക്കെ പറഞ്ഞാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. വലിയ തിയോളജിയാണ്. പക്ഷെ അതേ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ, ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിലിരുന്ന് സ്നേഹം എന്തെന്നറിഞ്ഞ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ദൈവം വചനമാണെന്നല്ല എഴുതിയത്, ദൈവം സ്നേഹമാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ബാക്കി എന്താ? കള്ളനാകുന്നു. ദൈവസ്നേഹത്തിന്റെ പ്രദർശനം പ്രിയമുള്ളവരെ നാം നമ്മുടെ സമൂഹത്തോട് എങ്ങനെ
പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ചോദ്യം ഇതാണ്, ദരിദ്രർ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്, സഭയോടൊപ്പമുണ്ട്. ചോദ്യം ഇതാണ്, സഭയും നാമും ദരിദ്രനോടൊപ്പമുണ്ടോ? നാം കൊടുക്കണമെന്നും സ്നേഹിക്കണമെന്നും തിരുമേനി പറയുമ്പോൾ നമുക്കതൊരു വലിയ ഇതെന്തുവാ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. കാര്യം ദൈവരാജ്യത്തിൻ്റെ മർമ്മം അതാണ്, സ്നേഹമാണ്. ഈ കാലയളവിൽ നമുക്കറിയാം, ഈ കേരളത്തിൽ ഒരു ആദിവാസി യുവാവിനെ, മധു എന്ന് പറയുന്ന യുവാവിനെ തല്ലിക്കൊന്നു. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം? എന്തിനാണ്? ഒരു കടയിൽ കയറി ഭക്ഷണം എടുത്തതെന്ന്. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ മനുഷ്യന്റെ വയറ്റിൽ 2 കഷ്ണം പഴമേ ഉണ്ടായിരുന്നു. 2 കഷ്ണം പഴം. പിറ്റേ ദിവസം എൻ്റെ പള്ളിയിലെ തന്നെ മറ്റൊരു തോമസ് രാജുവച്ചൻ എഴുതിയിട്ട മനോഹരമായ 2 വരികളുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, എനിക്ക് ഭക്ഷിച്ചു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. പക്ഷെ ഇന്ന് ഒരു മനുഷ്യൻ ലോകത്തോട് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നു. ഇതാണ് ലോകം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വിശന്നു, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നു എന്നൊരു ലോകം പറയുമ്പോൾ അവിടെ നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ സ്നേഹത്തിന്റെ സുവിശേഷം പറയുന്ന ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വളരെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കണം പ്രിയമുള്ളവർ. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ട മനോഹരമായ ഒരു വീഡിയോ ഉണ്ട്. അതിന് ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ പേര് ബിരിയാണി എന്നാണ്. ബിരിയാണി എന്താ? ബിരിയാണി. നമ്മളെ കാണിക്കുന്നത് ഒരു സമ്പന്ന ഭവനമാണ്. അവിടുത്തെ കുഞ്ഞിൻ്റെ പിറന്നാളാഘോഷം നടക്കുകയാണ്. അവിടെ എല്ലാവർക്കും വിളമ്പുന്നത് എന്താണെന്നറിയാമോ? ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇത് വിളമ്പുകയാണ്. അപ്പം നമ്മളെ കാണിക്കുന്നുണ്ട്, ആ വീട്ടിലെ യജമാനൻ അടുക്കള ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ പാത്രം കഴുകുന്ന ഒരു 8 വയസ്സുകാരി ബാലികയോട് പറയുന്നുണ്ട്, എടി നീ അകത്ത് പോയി അവിടെ എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ പാത്രം കഴുകുന്നത് മാറ്റി വെച്ചിട്ട് പാറി പറഞ്ഞ് നടക്കുന്ന മുടിയോട് കൂടി അവൾ കൈ കഴുകിയിട്ട് എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ, ഒരു നല്ല വണ്ണമുള്ള ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ അതിൻ്റെ അമ്മ മടിയിലിരുത്തി അവൻ്റെ വായിലോട്ട് ഈ ചിക്കൻ ബിരിയാണി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് പറയുന്നുണ്ട്, വേണ്ടമ്മേ, എനിക്ക് വേണ്ട, മതി. അപ്പോൾ ഇവർ കഴിക്കും മോനെ എന്ന് പറഞ്ഞ് പിന്നെയും തള്ളി കൊടുക്കുകയാണ്. അവൻ നല്ല വണ്ണമുള്ളൊരു കുട്ടിയാണ്. അപ്പം ഈ അമ്മ ഈ അടുത്ത് നിൽക്കുന്ന ആളോട് പറയുകയാണ്, ഡോക്ടറെ, ഇവന് വിശപ്പില്ല, വിശപ്പുണ്ടാകാനുള്ള എന്തെങ്കിലും മരുന്ന്, അവനെ കണ്ടാലേ അറിയാം അത്യാവശ്യം ഒരു പഞ്ചായത്തിലേക്കുള്ളത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനോടാണ് പറയുന്നത്, വിശപ്പില്ല, അവന് മരുന്ന് കൊടുക്കണം. അപ്പോൾ ഈ ബാലിക അത് കേൾക്കുന്നു. അപ്പോൾ ഇവിടെ തലേ ദിവസം തൻ്റെ വീട്ടിൽ നടന്ന കാര്യം ഓർക്കുകയാണ്. ഇവിടുന്ന് രാത്രി ജോലി കഴിഞ്ഞ് ചെന്നിട്ട് ഇവിടുന്ന് കിട്ടിയ നാഴി അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി രോഗിയായി കിടക്കുന്ന തൻ്റെ അമ്മയ്ക്കും അനിയനും കൊടുക്കുകയാണ്. ഏതാണ്ട് ഉപ്പും ഒരു ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ഈ കഞ്ഞി കൊടുത്തതിന് ശേഷം ഈ അനിയൻ ചെറുക്കന് കൊടുക്കാൻ നോക്കുമ്പോഴേക്കും അവനുള്ളത് കുടിച്ചു കഴിഞ്ഞു. ഇനി അവക്കുള്ള മാറ്റി വെച്ചിരിക്കുന്ന അല്പം കഞ്ഞി മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്ക, എനിക്ക് ഇച്ചിരൂടെ കഞ്ഞി തരാമോ നീ മകൻ ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ച കഞ്ഞി കൂടി ഈ അനിയന് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അമ്മ പറയും, മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ, നീ കഴിക്കാതെ എങ്ങനെയാണ്? അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട അമ്മേ, നാളെ ഞാൻ ഈ പണി ചെയ്യാൻ പോകുന്ന വീട്ടിൽ അവിടെ നല്ല ഭക്ഷണമാണ്, ഞാൻ അവിടുന്ന് കഴിച്ചോളാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പെട്ടെന്ന് ഓർക്കുകയാണ്. അന്നേരമാണ് ഈ സംഭവം ഇവിടെ മുമ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ആള് കൈ കഴുകാൻ പോകുമ്പോൾ ഈ പെൺകുട്ടി ഇതിൻ്റെ പുറകിന് ചെന്നിട്ട് ഈ ഡോക്ടറോട് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ ആത്മീക ജീവിതത്തിന് നേരെ 1000 പ്രാവശ്യം നാം വിമർശനാത്മകമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ കുട്ടിയെന്ന് ചോദിക്കുകയാണ്, ഡോക്ടറെ, വിശപ്പ് വരാതിരിക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ട്? ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം തരണം. ഒന്ന് എൻ്റെ അമ്മയ്ക്കും, ഒന്ന് എനിക്കും, ഒന്ന് എൻ്റെ അനിയനും കഴിക്കാനാണ്. നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ, ഓരോ പെരുന്നാൾ വരുമ്പോഴും, ഓരോ ക്രിസ്മസ് വരുമ്പോഴും, ഓരോ ജന്മദിനം വരുമ്പോഴും 6 നേരം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല. പക്ഷേ ഇത് പാപമാണെന്ന തിരിച്ചറിവുണ്ടായിരുന്നൊരു തിരുമേനി നമുക്കുണ്ടായി. തിരുമേനി പറഞ്ഞത് നമുക്കറിയാം. തിരുമേനിയുടെ പുസ്തകത്തിന്റെ പേരാണ് ദ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ്. ഈ ദരിദ്ര ലോകത്തിൽ സമ്പന്നനായിരിക്കുന്നത് പാപമാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ജനകോടികളുടെ ഒരു ലോകത്ത് ഈ പുതിയ വർഷത്തിൽ നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവുമായി നമുക്കിടയിലുള്ള ദൂരം ദുരന്തമായേക്കാവുന്ന നിലയിൽ വർദ്ധിക്കത്തക്കവണ്ണം നമ്മുടെ സഹജീവികളെ നാം കാണാതിരുന്നാൽ, അവരുടെ ദുഃഖങ്ങളെ കാണാതിരുന്നാൽ, കർത്താവിന്റെ അന്ത്യന്യായവിധിയുടെ ചോദ്യങ്ങളിൽ നമ്മൾ തഴയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതങ്ങളെ വളരെ ഗൗരവപൂർവ്വം നാം പരിശോധിക്കണം പ്രിയമുള്ളവരെ. ദൈവസ്നേഹത്തിന്റെ സുഗന്ധം പരത്തുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, 2ാമത്തെ ക്രിസ്തു എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. അദ്ദേഹം കുഷ്ഠരോഗികൾ സമൂഹത്തിൽ വളരെ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ഒരു ദിവസം അസീസിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗി ആരാളും ഗവനിക്കപ്പെടാതെ വ്രണങ്ങളിൽ നിന്ന് വല്ലാത്ത വേദനകൾ കാരണവും വ്രണങ്ങളിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ വന്ന ദുർഗന്ധം വമിച്ചുകൊണ്ട് ഇരിക്കുന്നത് കണ്ടു. ഫ്രാൻസിസിൻ്റെ അടുത്ത് എല്ലാവരും ദൂരെ മാറിപ്പോകുമ്പോൾ ഫ്രാൻസിസ് ഈ കുഷ്ഠരോഗിയുടെ അടുത്തിലേക്ക് വന്നു. അവനെ അരുവിയിലേക്ക് ഇറക്കി കിടത്തി. അവൻ്റെ വ്രണങ്ങളെല്ലാം കഴുകി ചുംബിച്ചു. കയ്യിലുണ്ടായിരുന്ന സുഗന്ധ തൈലം കൊണ്ട് ആ വ്രണങ്ങളിൽ എണ്ണ പോലെ പൂശിക്കൊടുത്തു. ഇത് അത്ഭുതത്തോടെ കണ്ട ഈ കുഷ്ഠരോഗി ഫ്രാൻസിസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, താങ്കൾ ക്രിസ്തുവാണോ? ക്രിസ്തുവാണോ? എന്നിട്ട് പറഞ്ഞു, യു സ്മെൽ ലൈക്ക് ക്രൈസ്റ്റ്. നിന്നെ ക്രിസ്തുവിനെ പോലെ മണക്കുന്നു. പൗലോസ് പറഞ്ഞത് അരോമ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സുഗന്ധം പേർന്നവർ. ക്രിസ്തു പേറിയ സുഗന്ധം സ്നേഹത്തിന്റെ സുഗന്ധമാണ് പ്രിയമുള്ളവരെ. അടുത്ത കാലഘട്ടങ്ങളിൽ നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയണം പ്രിയമുള്ളവരെ. അവനെ കാണുമ്പോൾ അവനിൽ നിന്ന് ക്രിസ്തുവിന്റെ സുഗന്ധം പേറിയ മനുഷ്യർ, നമുക്ക് മൂറോനൊക്കെ പുരട്ടുമ്പോൾ അതാണ് സഭ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ സുഗന്ധവുമായി ലോകത്തിന് സൗരഭ്യം പകരേണ്ടവരാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിന്റെ സുഗന്ധവുമായി ലോകത്തിന് സൗരഭ്യം പകരേണ്ട ക്രിസ്ത്യാനി. നാം ഇന്ന് എന്ത് സുഗന്ധമാണ് ലോകത്തിന് പകർന്നു നൽകുന്നതെന്ന് നാം ഗൗരവപൂർവ്വം ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഇബ്രായ ലേഖനം 11 അധ്യായം 16 വാക്യത്തിൽ ഈ വിശ്വാസ പിതാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ തന്നെ മനോഹരമായ മറ്റൊരു വാക്യം പറയുന്നുണ്ട്. അവരെ പറ്റി പറയുകയാണ്, വിശ്വാസ പിതാക്കന്മാരെ പറ്റി പറയുകയാണ്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കുന്നില്ല. എത്ര ഗൗരവപൂർവ്വം നാം വിമർശനാത്മകമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദൈവം ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ ആരാധനാ ജീവിതത്തെ, നമ്മുടെ സമൂഹ ജീവിതത്തെ, നമ്മുടെ സഭാ ജീവിതത്തെ നോക്കിയിട്ട് ക്രിസ്തു പറയുന്നുണ്ടാകുമോ ഞാൻ അവരുടെ ദൈവമാണെന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല എന്ന്? വിശ്വാസ പിതാക്കന്മാരുടെ ജീവിതം കണ്ടിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, അവര് ഇതിനേക്കാൾ നല്ലത് സ്വർഗീയമായ ഒന്നിനെ അവർ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് പറയുവാൻ ലജ്ജിച്ചിരുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിൽ നമുക്ക് മടങ്ങി വരണം. മടങ്ങി വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ദൈവം നമ്മളെ നോക്കി പറയുമായിരിക്കും, ഇവരുടെ ദൈവമെന്ന് പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നുവെന്ന്. ദൈവം നമ്മുടെ ജീവിതങ്ങളെ നോക്കി പറയട്ടെ, ഈ സമൂഹത്തിന്റെ ദൈവമെന്ന് പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന്. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ക്രിസ്തുവിന്റെ സുഗന്ധം പേറുന്നതാകണം. ക്രിസ്തുവിന്റെ മണം ലോകത്തിന് പകർന്നു നൽകുന്നതാകണം. അവന്റെ സ്നേഹത്തിന്റെ സൗരഭ്യം ലോകത്തിന് പകർന്നു നൽകുന്നതാകണം പ്രിയമുള്ളവരെ. ഉത്തമഗീതം 2 അധ്യായം 4 വാക്യത്തിൽ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നമുക്ക് മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. എത്ര മനോഹരമായ വാക്യമാണ്. അവൻ നമുക്ക് മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതകളുടെ നിമിഷത്തിൽ അവൻ നമുക്ക് മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നത് കൊണ്ടാണ് നാം ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ കുറവുകളിൽ അവൻ നമുക്ക് മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നത് കൊണ്ടാണ് നാം ഈ ലോകത്തിലായിരിക്കുന്നത്. നമ്മുടെ രോഗാവസ്ഥകളിൽ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നത് കൊണ്ടാണ് നാം ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളിൽ അവൻ ശിക്ഷയുടെ വാളെടുക്കാതെ നമുക്ക് മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നത് കൊണ്ടാണ് നാം ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് നാം പറയുന്നത്, സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പഴയ ഇസ്രായേൽ വിറയ്ക്കുന്ന ഹൃദയത്തിൻ്റെയും മങ്ങുന്ന കണ്ണിൻ്റെയും നിരാശയുള്ള മനസ്സിൻ്റെ അനുഭവങ്ങളിലേക്ക് വീണു പോയത് അവരെ ബാധിച്ച 3 പാപങ്ങൾ കൊണ്ടാണ്. 1 മരണകരമായ മറവി, 2 മരവിച്ചു പോയ വിശ്വാസ ജീവിതം, 3 ദുരന്തമായേക്കാവുന്ന ദൂരം. അതുകൊണ്ട് മടങ്ങി വരണം. പുതിയ വർഷത്തിൽ നാം മടങ്ങി വരണം പ്രിയമുള്ളവരെ. എന്തിലേക്ക് മടങ്ങി വരണം? മരണകരമായ മറവിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മകളിലേക്ക് മടങ്ങി വരണം. മരവിച്ചു പോയ വിശ്വാസ ജീവിതത്തിൽ നിന്ന് സഹനങ്ങളിൽ കരുത്താർജിക്കുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ദുരന്തമായേക്കാവുന്ന ദൂരത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരണം. ഈ മടങ്ങി വരവുണ്ടാകുമ്പോൾ വിലാപങ്ങളിൽ പറഞ്ഞ കാര്യം നമുക്കൊന്നുകൂടി ഏറ്റു പറയാം. നമുക്ക് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, യഹോവേ, ഉറക്കെ പറഞ്ഞാട്ടെ, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്
ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നമുക്ക് നല്ല ഇന്നലകളിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നൊരു ദൈവം. ഇരമ്യാവ് ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നു എന്ന് പറയുമ്പോൾ, ഈ മടങ്ങി വരവ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിലാപങ്ങൾ നൃത്തമായി തീരും. അങ്ങനെ അവനോടൊപ്പം സഞ്ചരിച്ച്, അവനോടൊപ്പം ഉറങ്ങി, അവനിൽ നിന്ന് പഠിച്ച്, അവൻ നമ്മിൽ വളരുന്ന, നമ്മിൽ നാം വല്ലാതെ കുറയുന്ന, അവൻ നമ്മിൽ വളർന്നു വരുന്ന, അവനോടൊപ്പം സഞ്ചരിക്കുന്ന, ക്രിസ്തുവിൻ്റെ സുഗന്ധത്തെ പകർന്നു നൽകുന്ന ഒരു ജീവിതം പുതിയ വർഷത്തിൽ നയിക്കുവാൻ, നമ്മളെ കാണുന്ന ക്രിസ്തുവിനെ കാണുവാൻ ഈ വചന കേൾവി, നമ്മുടെ ആരാധനാ ജീവിതം, സഭാജീവിതം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.